ഹായ്, നമസ്കാരം. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമെന്ന് ഹൈക്കോടതി. തെരുവുനായുടെ കടി നേരിട്ടേറ്റവർക്കും അതിൻ്റെ കടിമൂലം ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർക്കും മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവൂ എന്നും ഹൈക്കോടതി പറഞ്ഞു. മൃഗങ്ങളുടെ അവകാശത്തെക്കാൾ വലുതാണ് മനുഷ്യാവകാശമെന്നും വന്യജീവി ആക്രമണത്തെ പോലെ തന്നെ തെരുവുനായയുടെ ആക്രമണത്തെയും ദുരന്ത നിവാരണ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കി. പ്രഭാത നടത്തത്തിന് പോകുന്നവർ നായയുടെ കടിയേൽക്കാതെ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത അതിനെ ഗൗരവമായി കാണണമെന്നും കോടതി നിരീക്ഷിച്ചു. തിരുവനന്തപുരത്തെ നിയമ വിദ്യാർത്ഥിനി കീർത്തന സരിൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. മൃഗസ്നേഹികളോട് തെരുവുനായയുടെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കാനും അതിനുവേണ്ടി നിങ്ങളൊരു അസോസിയേഷൻ രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു. നിങ്ങൾക്ക് പട്ടികടിയേറ്റിട്ടുണ്ടോ എന്നും അതിൻ്റെ വേദന ഭയാനകമാണെന്നും കേസിൽ കക്ഷി ചേർന്ന മൃഗസ്നേഹികളുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. ചില്ലുകൂട്ടിലിരുന്ന് ആർക്ക് എന്തും പറയാമെന്നും നടപ്പാക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ ആകണം സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്നും കോടതി പറഞ്ഞു. മനുഷ്യർ മൃഗങ്ങളെ കടിച്ചാൽ മാത്രമല്ല, മൃഗങ്ങൾ മനുഷ്യരെ കടിച്ചാലും കേസെടുക്കണമെന്നും തെരുവ് പട്ടികൾ മനുഷ്യരെ ഇനി കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കുമെന്നും കോടതി പറഞ്ഞു. തെരുവുനായകൾ കടിച്ചു കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നും സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അപേക്ഷകൾ പരിഗണിച്ച് തീരുമാനമെടുക്കാനുള്ള ചുമതല ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നൽകുവാനും ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനത്തെയും കോടതി അംഗീകരിച്ചു. ഏതായാലും തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായവർക്കും അത് അനുഭവിച്ചവർക്കും തെരുവുനായയുടെ ആക്രമണം ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കും ഒരാശ്വാസമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം.